അമ്മേ, അച്ഛനോടൊന്ന് പറയുമോ ഞാൻ പറഞ്ഞ കാര്യം? നിള മടിച്ചുകൊണ്ട് തൻ്റെ അമ്മായിയമ്മയായ ദേവിയോട് തൻ്റെ ഇംഗിതം പറഞ്ഞു. അങ്ങേരോട് മോള് തന്നെ പറഞ്ഞോ, അതാ നല്ലത്. ഞാൻ പറഞ്ഞ ചാടിക്കടിക്കാൻ വരും. പ്ലീസ് അമ്മേ, എനിക്ക് മടിയാ, ഒന്ന് പറ. എന്തിന്? മോള് ചോദിച്ചോ. ഇവിടെ ആരെക്കാളും അച്ഛന് നിന്നെയല്ലേ ഇഷ്ടം? ശരി, അച്ഛൻ എവിടെയാ? പുറകിലുണ്ട്, മോള് പോയി ചോദിച്ചു നോക്ക്. നിള പയ്യെ വീടിൻ്റെ പിറകിലേക്ക് നടന്നു. അവിടെ തൊടിയിൽ തെങ്ങ് വെറുക്കുന്നവർക്ക് നിർദ്ദേശം നൽകുമായിരുന്നു രാജശേഖരൻ എന്ന അവളുടെ അമ്മായിയച്ഛൻ. അവൾ അല്പം മടിയോടെ വിളിച്ചു, അച്ഛാ. ആ, എന്താ മോളെ? രാജശേഖരൻ പെട്ടെന്ന് അവൾക്ക് നേരെ തിരിഞ്ഞു നിന്നു. അച്ഛാ, എൻ്റെ കൂടെ എറണാകുളം വരെ വരുമോ? ഒരു PSC ടെസ്റ്റ് ഉണ്ടായിരുന്നു. അതെന്താ മോളെ അത്ര ദൂരത്ത് സെൻറ്റർ കൊടുത്തേ? ഇവിടെങ്ങാനും പോരായിരുന്നോ? ആ, അത് മതിയായിരുന്നു അച്ഛാ. പിന്നെ എന്തു പറ്റി? അത് എറണാകുളം സെൻറ്റർ കൊടുത്താൽ പെട്ടെന്ന് ജോലി കിട്ടുമെന്ന് അച്ഛൻ്റെ മോൻ തന്നെയാ പറഞ്ഞേ. ഉള്ളിലുള്ള കലിപ്പ് മറച്ചു വെക്കാതെ നിള അയാൾക്ക് മറുപടി നൽകി. കൊള്ളാം, നല്ല മോൻ. അല്ല, എപ്പോഴാ പോകണ്ടേ നിനക്ക്? അയാൾ ചോദിച്ചു. നാളെ പോണ അച്ഛാ, ഒരു ദിവസം കഴിഞ്ഞ പരീക്ഷയാ. അവിടെ എൻ്റെ കൂട്ടുകാരുടെ വീട്ടിൽ നിന്നും പഠിക്കാമല്ലോ, അതാ. കുറച്ച് തിരക്കുണ്ട്. എന്നാലും മോളൊരു അത്യാവശ്യ കാര്യം പറയുമ്പോൾ എങ്ങനെയാ വേണ്ടെന്ന് പറയാ? അച്ഛൻ കൂടെ വരാം. രാജശേഖരൻ അവളെ വാത്സല്യത്തോടെ നോക്കി ചിരിച്ചു. താങ്ക്സ് അച്ഛാ. അച്ഛൻ വന്നില്ലെങ്കിൽ ഞാൻ പെട്ടാനെ. ആരുമില്ലാണ്ട് ഒറ്റയ്ക്ക് പോകണ്ടെന്നാ ഏട്ടൻ പറഞ്ഞേ. ആ, താങ്ക്സ് ഒന്നും വേണ്ട മോളെ. ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്തോ? അച്ഛൻ റെഡി. ഓക്കെ അച്ഛാ. അല്ല മോളെ, ഒരു സംശയം. രാജശേഖരൻ തിരിഞ്ഞു നടക്കാൻ ശ്രമിക്കുന്ന നിളയെ വീണ്ടും വിളിച്ചു. എന്താ അച്ഛാ? നെറ്റി ചെറുതായി ചുളിച്ചുകൊണ്ട് അവൾ ചോദിച്ചു. മോളെ, അപ്പോൾ ഞാനും കൂടി ആ കൂട്ടുകാരുടെ വീട്ടിൽ നിൽക്കണ്ടേ? അത് വേണ്ട, നമുക്ക് വല്ല റൂം എടുത്താൽ പോരെ? റൂമൊന്നും വേണ്ട അച്ഛാ. അവിടെ താമസിക്കാൻ വരുന്നുണ്ടെന്ന് 1 മാസം മുമ്പേ അവളോട് വിളിച്ച് പറഞ്ഞതാ. എല്ലാം അവൾ റെഡിയാക്കി കാണും. പിന്നെ അവളും പരീക്ഷ എഴുതുന്നുണ്ടല്ലോ. പഠിച്ചതൊക്കെ രണ്ടുപേരും കൂടി ഇരുന്ന് ചുമ്മാ ഒന്ന് കുറച്ച് വായിച്ചു പഠിക്കാം, എന്നാലേ മനസ്സിൽ വരൂ. അത് നല്ലതാ മോളെ. രാജശേഖരൻ അവളെ നോക്കി പുഞ്ചിരിച്ചു. എന്നാ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ അച്ഛാ, അടുക്കളയിൽ കുറച്ച് പണിയുണ്ട്. ആ, മോള് പൊക്കോ. നിള പിന്തിരിഞ്ഞ് നടന്നു. ഒരു നിമിഷം അയാൾ അറിയാതെ തൻ്റെ മരുമകളെ ചെറുതായി ഒന്ന് നോക്കി നിന്നു. കാര്യം തൻ്റെ മരുമകളാണെന്ന് മനസ്സിനെ ഒത്തിരി തവണ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിലും എന്തോ വീണ്ടും വീണ്ടും അവളെ വല്ലാതെ നോക്കുന്നു. എന്തൊരു സുന്ദരിയാണ്! ഹോ, സ്വന്തം മോൻ്റെ ഭാര്യയായിപ്പോയി. ഇല്ലെങ്കിൽ എന്ത് വില കൊടുത്തും ഞാൻ അവളെ സ്വന്തമാക്കിയാനെ. തനിക്ക് ഇത്രയും കാലം കിട്ടാത്ത ഒരു ഭാഗ്യമാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. നാളെ അവളെ ഒറ്റയ്ക്ക് തൻ്റെ കയ്യിൽ കിട്ടുന്ന ദിവസം, ഹോ, പൊളിക്കാം. രാജശേഖരൻ്റെ മനസ്സ് തുള്ളിച്ചാടി. മുതലാളി! പെട്ടെന്നുള്ള പണിക്കാരുടെ വിളി കേട്ട് അയാൾ നിളയുടെ മേലിൽ നിന്നും നോട്ടം മാറ്റി. പിറ്റേന്ന് പുലർച്ചെ തന്നെ രാജശേഖരൻ വാതിലിൽ മുട്ടുകേട്ടുകൊണ്ടാണ് എഴുന്നേക്കുന്നത്. അയാൾ ചെന്ന് വാതിൽ തുറന്നു. നിള അവിടെ കുളിച്ച് റെഡിയായി ഒരു കടും നീല സിൽക്ക് സാരിയും ധരിച്ച് നിൽക്കുന്നു. ആ സാരിയിൽ തന്നെ അവൾ നല്ല സുന്ദരിയാണ്. അവളെ ആ വേഷത്തിൽ കണ്ടപ്പോൾ തന്നെ ഉറക്കച്ചടലിൽ നിന്നിരുന്ന അയാളുടെ കണ്ണുകൾ ഒന്ന് വിടർന്നു. ആഹാ, അച്ഛൻ ഒരുങ്ങിയില്ലേ? എന്താ ഇത്? വേഗം ഒരുങ്ങിക്കേ അച്ഛാ, വേഗം പോണം. നിള ചെറുതായി ചിണുങ്ങിക്കൊണ്ട് പറഞ്ഞു. ആ, ഉച്ചക്കല്ലേ ട്രെയിൻ മോളെ? അതെ അച്ഛാ. പിന്നെ എന്തിനാ മോളെ ഇത്ര നേരത്തെ പോകുന്നേ? നിളയെ നോക്കിക്കൊണ്ട് അയാൾ ചോദിച്ചു. അതച്ഛാ, എനിക്ക് കുറച്ച് ബുക്കൊക്കെ മേടിക്കാനുണ്ട്. പിന്നെ ഇവിടെയുള്ള കൂട്ടുകാരുടെ വീട്ടിലും ഒന്ന് കയറണം. അതാ നേരത്തെ പോകാമെന്ന് പറഞ്ഞേ. ആ, എന്നാ മോള് റെഡി ആയിക്കോ. അച്ഛൻ ഇപ്പോൾ തന്നെ റെഡിയാകാം. ശരി അച്ഛാ. നിള പയ്യെ തിരിഞ്ഞു നടന്നു. പക്ഷെ അയാൾ അവിടെ തന്നെ നിന്നുകൊണ്ട് അവളെ നോക്കി നിന്നു. നിങ്ങൾ റെഡിയാവുന്നില്ലേ? പകുതി ഉറക്കത്തിൽ ദേവി കട്ടിലിൽ കിടന്നുകൊണ്ട് അയാളോട് ചോദിച്ചു. ആടി, ഒന്ന് കുളിക്കട്ടെ. നീ കിടന്നോ, നേരത്തെ എഴുന്നേക്കണ്ട, BP കൂടും.
ദേവി ഒരു സൈഡിലേക്ക് തിരിഞ്ഞു കിടന്നുകൊണ്ട് വീണ്ടും ഉറങ്ങാൻ തുടങ്ങി. രാജശേഖരൻ ഒരൽപ്പം പുഞ്ചിരിച്ച് തൻ്റെ ഭാര്യയെ നോക്കി നെടുവേർപ്പെട്ടു. എന്നിട്ട് വേഗം ഒരു തോർത്തെടുത്ത് ബാത്റൂമിലേക്ക് കയറി. ഇതേ സമയം നീള തൻ്റെ നീലൻ കണ്ണുകൾ ഐലൈനർ കൊണ്ട് എഴുതുമായിരുന്നു. അവൾക്കിപ്പോൾ ഓരോ ചിന്തകൾ വന്നു. മാറ്റാൻ വേറെ ഡ്രസ്സ് എടുക്കണോ? ആ വേണ്ട, നിഷയുടെ വീട്ടിലേക്കല്ലേ പോകുന്നേ. തൽക്കാലം അവളുടെ അടുത്ത് എന്തെങ്കിലും ഡ്രസ്സ് കാണും, അതൊക്കെ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. കെട്ടിവലിച്ച് ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ പാടാ. വല്ലാത്തൊരു ചടങ്ങ് അതൊക്കെ. ഇറങ്ങും മുമ്പേ അവളെ ഒന്ന് വിളിക്കണോ? വിളിച്ചേക്കാം, അച്ഛനും കൂടി ഉള്ളതല്ലേ. അവൾ ഫോണെടുത്ത് കൂട്ടുകാരി നിമിഷയെ വിളിച്ചു. എന്നാൽ അവളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. ഈ പെണ്ണ് ഇതെവിടെ പോയി? ഒന്നും കൂടി വിളിക്കണോ? വേണ്ട, അവിടെ ചെന്നിട്ട് വിളിക്കാം. വീടൊക്കെ തനിക്കറിയാലോ, അന്നൊരു തവണ പോയതല്ലേ. അല്ല, ചിലപ്പോൾ അവളിനി മറക്കാൻ ചാൻസ് ഉണ്ടോ? എന്നാലും ഒരു സർപ്രൈസ് ആകട്ടെ. തൽക്കാലം ഇപ്പോൾ വിളിക്കണ്ട, അവിടെ ചെന്നവളെ ഞെട്ടിക്കാം. നിള മനസ്സിൽ ഉറപ്പിച്ചു. എന്നിട്ട് ഫോണെടുത്ത് തൻ്റെ ചെറിയ പേഴ്സിൽ വെച്ചു. ഉച്ചയ്ക്കാണ് ട്രെയിൻ കണ്ണൂരിൽ നിന്നും. അവിടെ നിന്ന് വിട്ടാൽ 8 മണിക്ക് എറണാകുളത്തും എത്തും. പിന്നെ അവിടെ നിന്ന് ഒരു അരമണിക്കൂർ ഓട്ടോ യാത്രയുണ്ട് നിമിഷയുടെ വീട്ടിലേക്ക്. അച്ഛന് മുഷിപ്പൊന്നും തോന്നാതിരുന്നാൽ മതിയായിരുന്നു. പാവം, എനിക്ക് വേണ്ടിയല്ലേ ഇത്രയും ദൂരം വരുന്നത്. നിള അതൊക്കെ ചിന്തിച്ചുകൊണ്ട് വേഗം ഒരുങ്ങി പുറത്തേക്കിറങ്ങി ഹോളിൽ ചെന്ന് നിന്നുകൊണ്ട് രാജശേഖരൻ്റെ വരവിനായി കാത്തു നിന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അയാളും ഒരുങ്ങി വന്നു. ഒരു വെള്ളമുണ്ടും വെള്ള ഷർട്ടുമാണ് വേഷം. ആഹാ, കൊള്ളാലോ, നല്ല ഭംഗിയുണ്ട്. അല്ലേലും അച്ഛന് വെള്ള ഡ്രസ്സ് തന്നെയാണ് നല്ലത്. എവിടെ പോകുന്നുണ്ടെങ്കിലും ഇത് തന്നെയല്ലേ അച്ഛൻ ഉടുക്കുന്നതും. അവൾ പുഞ്ചിരിച്ചുകൊണ്ട് ചിന്തിച്ചു. തൻ്റെ നേർക്ക് നോക്കി നിന്ന നിളയെ നോക്കി രാജശേഖരനൊന്ന് ചിരിച്ചു. അവളുടെ കയ്യിൽ ഒരു ബാഗ് പോലുമില്ലെന്ന് കണ്ട് അയാൾ ഒന്ന് അത്ഭുതപ്പെട്ടു. ഇതെന്താ മോളെ, വേറെ ഡ്രസ്സൊന്നും എടുത്തില്ലേ? അയാൾ ചോദിച്ചു. വേണ്ടച്ച, അവളുടെ വീട്ടിലുണ്ടാവും. വെറുതെ ഇവിടുന്ന് ചുമന്നുകൊണ്ട് പോകണ്ടല്ലോ, അതാ. അത് നേരാ, അപ്പോൾ ഞാനും എടുക്കണ്ടല്ലോ. തൻ്റെ കയ്യിലുണ്ടായിരുന്ന ബാഗ് തിരിച്ചവിടെയുള്ള ഒരു ടേബിളിൽ വെച്ചുകൊണ്ട് രാജശേഖരൻ ചോദിച്ചു. വേണ്ടച്ച, അവളുടെ അച്ഛൻ്റെ ഡ്രസ്സ് ഉണ്ടാകും, അതുപോരെ? ഓ ധാരാളം, രാജശേഖരൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഒപ്പം നിളയും. എന്നാ വാ, ഇറങ്ങിയേക്കാം. ആ ശരി അച്ഛാ. അവർ വേഗം അവിടുന്ന് യാത്ര തിരിച്ചു. നിള പറഞ്ഞ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് രാത്രി 8 മണിയായപ്പോൾ അവർ എറണാകുളത്തെത്തുകയും അവിടുന്ന് ഒരു ഓട്ടോയിൽ കയറി 9 മണിക്ക് നിമിഷയുടെ വീട്ടിലെത്തുകയും ചെയ്തു. എന്നാൽ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. മാത്രമല്ല, വീടിൻ്റെ ഒരു ഭാഗത്ത് ലൈറ്റ് വെട്ടവും കണ്ടില്ല. എന്താ മോളെ, ഇവിടെ ആരും താമസില്ലേ? നിനക്ക് വീടെങ്ങാനും മാറിപ്പോയോ? രാജശേഖരൻ ചുറ്റും കണ്ണുകൾ ഓടിച്ചുകൊണ്ട് ചോദിച്ചു. ഏയ് ഇല്ലച്ചാ, ഇത് തന്നെയാ വീട്. എനിക്ക് മാറിയിട്ടൊന്നുമില്ല. അവരൊക്കെ എവിടെ പോയോ ആവോ? നിള മൊബൈൽ ഫ്ലാഷ് ഓൺ ചെയ്ത് ചുറ്റുമൊന്ന് കണ്ണുകൾ ഓടിച്ച് അത് തന്നെയാ വീടെന്ന് ഉറപ്പിച്ചു പറഞ്ഞു. നീയൊന്ന് വിളിച്ച് നോക്കുമോളെ, രാജശേഖരൻ വീണ്ടും പറഞ്ഞു. ആ നോക്കാച്ചാ. അവൾ വേഗം ഫോണെടുത്ത് നിഷയെ വിളിച്ചു. ഒറ്റ റിങ്ങിൽ തന്നെ അവൾ കോളെടുത്തു. നിമിഷേ, നീ എവിടെയാ? എടി സോറി, ഞാൻ ടൗണിലാ. അച്ഛനെ ഒന്ന് ഹോസ്പിറ്റലിൽ കാണിക്കാൻ വന്നതാ. നീ എത്തിയായിരുന്നോ? ആ, അപ്പോൾ ഓർമ്മയുണ്ടല്ലേ? ആ ഉണ്ടടാ. എന്താ വീട്ടിൽ വെട്ടമൊന്നും ഇല്ലാത്തേ? എടാ, അത് 1 മാസമായി അതേ അവസ്ഥയാ. എന്തോ വയറിങ് പ്രോബ്ലമാ. എന്ത് ചെയ്തിട്ടും ശരിയാവുന്നില്ല. കുറേ വയറിങ്ങുകാരെ കാണിച്ചു, ഒന്നും അങ്ങ് സെറ്റായില്ല. അതുകൊണ്ട് ഞങ്ങൾ വീട് മാറാമെന്ന് വെച്ചു. അയ്യോ, അപ്പോൾ ഇവിടെ ആരും താമസിക്കുന്നില്ലേ? നിളയുടെ ചങ്കിടിച്ചു. ഉണ്ട്, ഞാൻ പറയാം. അതല്ലേ മോളെ ഇപ്പോഴത്തെ പ്രോബ്ലം. ഇന്ന് രാവിലെ തന്നെ വീട് മാറാൻ എല്ലാ സാധനവും പാക്ക് ചെയ്ത് വെച്ചതാ. പെട്ടെന്ന് അച്ഛന് BP കൂടി. ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ വരേണ്ടി വന്നു. ആ തിരക്കിനിടയിൽ നീ വരുന്ന കാര്യവും ഓർത്തില്ല. സോറി മോളെ. ഏയ് അതൊന്നും സാരമില്ല. പുതിയ വീട് എവിടെയാ? അതൊരു 3 കിലോമീറ്റർ ദൂരമുണ്ട് അവിടെ നിന്ന്. അങ്ങോട്ട് പോയി വീടൊന്ന് ക്ലീൻ ചെയ്തു പോലുമില്ല. കോപ്പ്. സത്യം പറഞ്ഞാൽ ഹോസ്പിറ്റലിൽ വന്നുകൊണ്ട് തന്നെ ഇന്നത്തെ എൻ്റെ എല്ലാ പ്ലാനും പൊളിഞ്ഞടാ. നിമിഷ അല്പം സങ്കടത്തോടെ അവളോട് പറഞ്ഞു. അയ്യോ എടാ, അപ്പോൾ ഇനിയിപ്പോൾ ഞങ്ങൾ എന്താ ചെയ്യണ്ടേ?
നില അല്പം സങ്കടത്തോടെ ചോദിച്ചു. എടാ, ആ ഫ്രണ്ടിലെ ചെടിച്ചട്ടിയിൽ കീയുണ്ട്. അതുകൊണ്ട് വാതിൽ തുറന്ന് അകത്ത് കയറി ഹോളിന് നേരെയുള്ള ആ റൂമിലിരുന്നു. ഞങ്ങൾ വേഗം വരാം. അച്ഛനിപ്പോൾ കുറവുണ്ട്. അവിടെ തന്നെ ഇന്ന് കിടക്കാം. ഓക്കേടാ, എന്നാലും എനിക്കൊന്ന് കുളിച്ച് ഡ്രസ്സൊക്കെ ഒന്ന് മാറണമായിരുന്നു. നിൻ്റെയിൽ കാണുമെന്ന് കരുതി ഞാൻ വേറെ ഡ്രസ്സൊന്നും എടുത്തിട്ടില്ല. അയ്യോ, അത് നടക്കുമെന്ന് തോന്നുന്നില്ലടാ. ഡ്രസ്സ് എടുക്കാൻ ആ രണ്ടാമത്തെ റൂം തുറക്കണം. അതിൻ്റെ ചാവി എൻ്റെ കയ്യിലാണ്. അപ്പോൾ ഒരു തുണി പോലും പുറത്തില്ലേടാ? നിലയ്ക്ക് ചെറുതായി ദേഷ്യം വന്നു. ഇല്ലടാ, എല്ലാം പാക്ക് ചെയ്ത് വെച്ചിരിക്കുക. നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ, അവിടെയുള്ള ചിലവന്മാരൊക്കെ ഡ്രസ്സ് അടിച്ചുകൊണ്ട് പോകുന്ന കാര്യം. അവന്മാരുടെ ശല്യം കാരണം അമ്മ പോകാൻ നേരം എല്ലാ തുണിയും എടുത്ത് ആ മുറിയിലിട്ട് പൂട്ടി. ഷോ, അപ്പോൾ വേറെ ഡ്രസ്സില്ലാണ്ട് ഇനി എങ്ങനെ കുളിക്കും? ആകെ വിയർത്തുനാറി നടക്കാൻ ഞാൻ. നിനക്കറിയുമോ, ഡ്രസ്സ് ഉരഞ്ഞതുകൊണ്ട് ചിലയിടത്ത് പൊട്ടിത്തുടങ്ങിയെന്ന് തോന്നുന്നേ. അവസാനം പറഞ്ഞത് നില അല്പം പതുക്കെയാണ്. അച്ഛൻ കേൾക്കുമോയല്ലോ, മോശമായി വിചാരിച്ചാലോ. എടാ, അവിടെ ഒരു കുളമുണ്ട്. നീ കണ്ടിട്ടില്ലല്ലോ. അവിടെ ചുറ്റും മതിലുണ്ട്. ഈ രാത്രി ആരും കാണില്ല. നീ അവിടെ ചെന്ന് ഒരു കുളിയങ്ങ് പാസ്സാക്കി റൂമിൽ കയറിയിരുന്നോ. ഞങ്ങൾ അപ്പോഴേക്കും വരാം. ആ, ബെസ്റ്റ്. ഈ പാതിരാത്രി കുളത്തിൽ കുളി. നീ എന്താ പറയുന്ന നിമിഷേ? എൻ്റെ കൂടെ അച്ഛനും ഉണ്ട്. നിളയ്ക്കപ്പോൾ നല്ല ദേഷ്യം വന്നു. എടാ പ്ലീസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്. ഞാൻ അവിടെ ഇല്ലാത്ത കൊണ്ടല്ലേ. അച്ഛന് അസുഖം വന്നതുകൊണ്ട് ഒന്നും സെറ്റാക്കാനും പറ്റിയില്ല. നീ വരുന്ന കാര്യം അപ്പടങ്ങ് മറന്നും പോയി. എന്നാലും കറണ്ട് ഇല്ലാത്തതുകൊണ്ട് മൊത്തം ഇരുട്ടായിവിടെ. ആകെ ഒരു പ്രേതഭവനം പോലെ. പേടിയാവുന്നു എനിക്ക്. സോറിടാ, ഒരു 10-10:30 മണിയാകുമ്പോഴേക്കും ഞങ്ങൾ അവിടെ എത്തും. എല്ലാം ശരിയാക്കാം. നീ അപ്പോൾ കുളിച്ചാൽ മതി. പെട്ടെന്ന് പോയതുകൊണ്ടാ. നീ ഒന്ന് മനസ്സിലാക്കടാ. ശരിടാ, പതുക്കെ വന്നാലും മതി. ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാം. വേഗം വരാടാ, പ്രോമിസ്. അത് പറഞ്ഞാൽ മതി. എന്നാ ശരിയടാ, ഞാൻ വെക്കുക. ഓക്കേടാ. നിള ഫോൺ കട്ട് ചെയ്തു. എന്താ മോളെ പറഞ്ഞേ? രാജശേഖരൻ അവളെ നോക്കി ചോദിച്ചു. അതച്ഛാ, അവളൊരു 10:30 ആകുമ്പോഴേക്കും എത്തൂ. അവളുടെ അച്ഛനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയേക്കാം. ആകെ പെട്ടല്ലോ അച്ഛാ. അയ്യോ, കഷ്ടമായിപ്പോയല്ലോ. സാരില്ല മോളെ, നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാം. അതാ നല്ലത്. ഈ പാതിരാത്രി ഇനി ഓട്ടോ വിളിച്ച് ടൗണിലേക്ക് പോകുന്നത് എങ്ങനെയാ? അത് പാടാ. എന്നാലും അച്ഛന് ബുദ്ധിമുട്ടായല്ലേ? എനിക്കെന്ത് ബുദ്ധിമുട്ട്? മോൾക്ക് വേണ്ടിയല്ലേ? അല്ല മോളെ, എനിക്കൊന്ന് കുളിക്കണം. ഇല്ലാണ്ട് എങ്ങനെ കിടക്കുക? രാജശേഖരൻ അയാളുടെ തനി സ്വഭാവം പുറത്തെടുക്കാൻ തുടങ്ങി. നേരത്തെ മരുമകളും കൂട്ടുകാരുടെയും സംസാരത്തിൽ നിന്ന് തന്നെ അയാൾക്ക് കാര്യങ്ങൾ മനസ്സിലായിരുന്നു. അയാൾ ചില കണക്കുകൂട്ടുകൾ മനസ്സുറപ്പിച്ചു. അതച്ചാ, ടാങ്കിൽ വെള്ളമില്ല. പുറകിൽ ഒരു കുളമുണ്ട്. അവിടെ പോയി കുളിക്കുന്നോ? ഈ ഇരുട്ടത്തോ? രാജശേഖരൻ സങ്കടം ഭാവിച്ചു. അത് ശരിയാ. ഞാനൊരു കാര്യം ചെയ്യാം. ഞാൻ ഫോണിൽ വെട്ടമടിച്ചു തരാം. അച്ഛൻ കുളിച്ചോ? അത് മതി. അല്ല, അപ്പോൾ മോൾക്ക് കുളിക്കണ്ടേ? വേണ്ടച്ചാ, ഞാൻ അവൾ വന്നിട്ട് കുളിച്ചോളാം. ഒന്നാമത് ഒരു തോർത്ത് പോലും കാണില്ല. എല്ലാം ആ റൂമിലാണ്. അതാണെങ്കിൽ ലോക്കും. നിളയ്ക്ക് വീണ്ടും ദേഷ്യം വന്നു. എന്നാ മോള് വാ. ആകെ മുഷിഞ്ഞല്ലോ. വേഗം ചെന്നിട്ട് കുളിക്കാം. ശരി അച്ഛാ, ഒരു മിനിറ്റ്. ഞാൻ വീടൊന്ന് തുറക്കട്ടെ. നീള ചെടിച്ചട്ടിൽ നിന്നും വീടിൻ്റെ ചാവി എടുത്തുകൊണ്ട് വീട് തുറന്ന് അകത്ത് കയറി. ആകെ അലങ്കോലമായി കിടക്കായിരുന്നു ആ വീടിൻ്റെ ഉള്ളിൽ മൊത്തം. ഹാളിൽ തന്നെ 2-3 കട്ടിലും സോഫയും കുറേയധികം സാധനങ്ങളും കൂട്ടി വച്ചിട്ടുണ്ട്. അവൾ അതിൻ്റെ ഇടയിൽ കൂടി നടന്നുകൊണ്ട് നിമിഷ പറഞ്ഞ റൂമിലേക്ക് കയറി. അവിടെ കണ്ട ഒരു കട്ടിലിൽ തൻ്റെ പേഴ്സ് വെച്ചു. പിന്നെ ആ ഫോണെടുത്ത് പുറത്തേക്കിറങ്ങി. പോകാം മോളെ. അച്ഛൻ മുന്നിൽ നടന്നോ? ഞാൻ വെട്ടം വിളിച്ച് പുറകെ വരാം. ശരി. രാജശേഖരൻ വീടിൻ്റെ ഒരു സൈഡിലുള്ള നടപ്പ് വഴിയെ മുന്നേ നടന്നു. വീടിൻ്റെ തൊട്ട് പിറകിലായി തന്നെ ഒരു 1000 അടി സ്ക്വയർ ഫീറ്റിലുള്ള ഒരു വലിയ കുളമാണുള്ളത്. അതിൻ്റെ കരയിൽ നിന്നും താഴേക്ക് സ്റ്റെപ്പുകൾ ഇറങ്ങി അവർ രണ്ടുപേരും നടന്നു. രാജശേഖരൻ്റെ മനസ്സ് തുള്ളിച്ചാടുകയായിരുന്നു. മോളെ, നീ ഇവിടെ നിന്നോ. അച്ഛൻ ഈ വേഷമൊക്കെ ഒന്ന് മാറട്ടെ. വെള്ളത്തിൻ്റെ മേലെയുള്ള അവസാന പടിക്ക് 2 സ്റ്റെപ്പ് മുകളിൽ നിന്നുകൊണ്ട് രാജശേഖരൻ പറഞ്ഞു. ശരി അച്ഛാ.
നിള അവളുടെ സമ്മതം അറിയിച്ചു. അപ്പോൾ ഇനി ഇവിടെ നടക്കാൻ പോകുന്നത് എന്താണെന്നറിയാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ഉണ്ടെങ്കിൽ വീടൊന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇതിൻ്റെ അടുത്ത പാട്ട് ഞാൻ ഇടുന്നത് എൻ്റെ ടെലിഗ്രാം ചാനലിലായിരിക്കും. അതിലേക്ക് ജോയിൻ ചെയ്യാൻ എല്ലാവരും കമൻറ്റ് ബോക്സ് ഒന്ന് ചെക്ക് ചെയ്യട്ടോ. അപ്പം നമുക്ക് പുതിയൊരു കഥയായിട്ട് വീണ്ടും കാണാം.